ഹലോ നമസ്കാരം. ഇത് നമ്മൾ മഷി തീർന്ന പെന്നുകൊണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതുപോലുള്ള 2 പെന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിലുള്ള ഈ 2 സാധനം മാത്രം മതി നമുക്ക്. ഇതുകൊണ്ട് നമുക്കൊരു കമ്മൽ ഉണ്ടാക്കാം. ഒരു കത്രിക വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് ചെയ്യേണ്ട, പകുതി വരെ മാത്രം ചെയ്താൽ മതി. അങ്ങനെ 4 സൈഡും ചെയ്ത് കൊടുക്കുകയാണ്. വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാലേ ഇനി ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഇതിനെ 5 പാർട്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഓരോന്നും നിവർത്തി കൊടുക്കാം. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ തന്നെ പെട്ടെന്ന് നിവർന്ന് കിട്ടും. ഇനി ഈ 5 പാർട്ടിനെ ഒരു 5 ഇതളാക്കിയിട്ട് നമ്മളൊരു ഫ്ലവർ പോലെ ആക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് ഇതുപോലെ കത്രിക വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കത്രിക കൊണ്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഞാനൊരു ബ്ലേഡ് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ചെയ്ത് കാണിക്കുന്നത്. നമുക്കിത് വേണമെങ്കിൽ റൗണ്ടിലുള്ള പെറ്റൽസ് ആക്കി എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ഷാർപ്പായിട്ടുള്ള പെറ്റൽസ് ആക്കി എടുക്കാം. അപ്പം നമുക്ക് എന്താണോ ഇഷ്ടം ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിത് പറ്റുന്നത് പോലൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേതും ചെയ്യാം. ഇനി ഞാൻ ഇതിന് റെഡ് അക്രിലിക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെന്നാന്ന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതല്ല ബ്ലൂ തന്നെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ 2 എണ്ണം പെയിൻറ്റ് ചെയ്ത് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഗോൾഡൻ കളറിലുള്ള 2 മുത്തെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അതല്ല സ്റ്റോണാണ് കയ്യിലുള്ളതെങ്കിൽ അതും വെച്ച് കൊടുക്കാവുന്നതാണ്. ഫെവി ബോണ്ട് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഫെവിക്വിക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി. ഇത് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യണമെന്നില്ല. ഞാൻ ആ ഇതളിൻ്റെ സൈഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. താഴെ ഭാഗത്തൊന്നും പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പെയിൻറ്റ് ഇല്ലാത്തവർക്ക് നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാവുന്നതാണ്. അതാകുമ്പോൾ കുറച്ചുകൂടി ഒരു ഗ്ലേസിങ്ങും ഉണ്ടാവും കാണാനായിട്ട്. ഇപ്പോൾ കമ്മലിലേക്കുള്ള ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒഴിവാക്കിയൊരു കമ്മലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ മുകളിൽ ഫ്ലവേഴ്സ് കൂടി ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡ് കംപ്ലീറ്റ് ആവും. അപ്പം നമ്മൾ വേസ്റ്റാക്കി കളയുന്ന പെന്ന് വെച്ചിട്ടാണ് ഇതുപോലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതെല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റിയിട്ടുള്ളതാണ്. കാരണം വെറുതെ കളയുന്ന പെന്ന് വെച്ചിട്ടാണോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് ഞാൻ ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒരെണ്ണേ കിട്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് റിംഗ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചാണ്. സെൻറ്ററിൽ ഒരു സ്റ്റോൺ കൂടി ഒട്ടിച്ചിട്ടുണ്ട്. ഇത് കണ്ട വേസ്റ്റായിട്ട് കളയുന്ന ഒരു ഐറ്റത്തിൽ നിന്ന് ഉണ്ടാക്കിയതെന്ന് മനസ്സിലാവേയില്ല. അപ്പം ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.